രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വേനൽക്കാല രോഗങ്ങൾ കൂടുന്നത്. ഒന്ന്, അന്തരീക്ഷത്തിന്റെ താപനിലയിൽ വരുന്ന വ്യത്യാസം. രണ്ടാമത്, ശുദ്ധജലത്തിന്റെ ലഭ്യതയിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്ക് ഹൈപ്പർതെർമിയ അഥവാ സൂര്യാഘാതം എന്നൊക്കെ പറയുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇന്റൻസ് സൺലൈറ്റ് എക്സ്പോഷർ അല്ലെങ്കിൽ സൺലൈറ്റോ മറ്റു രീതിയിലുള്ള ചൂടിനോടുള്ള എക്സ്പോഷർ ശരീരത്തിന്റെ വിയർപ്പ് ഗ്രന്ഥികൾക്ക് ഈ താപനിലയെ പൂർണ്ണമായിട്ടും പുറന്തള്ളാൻ കഴിയാത്ത അവസ്ഥ. ഇതാണ് സൂര്യാഘാതത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ. പ്രധാനമായിട്ടും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ: ഒന്ന്, എക്സ്ട്രീം ടയേർഡ്നെസ്, അതിയായ ക്ഷീണം, ഇന്റൻസ് ആയിട്ടുള്ള തലവേദന, മസിൽ ക്രാംസ് ഉണ്ടാവുക, എക്സ്ട്രീം കേസുകളിൽ ബോധം മറയുക, ശരീരത്തിലെ ആവശ്യത്തിന് യൂറിൻ ഉണ്ടാവാതിരിക്കുക. ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് വരാം. സിവിയർ ആയിട്ടുള്ള മസിൽ പെയിനും ഒരു സൂചനയാണ്. ശുദ്ധജലത്തിന്റെ ലഭ്യത കുറയുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ. നിലവാരം കുറഞ്ഞ വാട്ടർ സോഴ്സുകൾ ഉപയോഗിക്കാനുള്ള ടെൻഡൻസി നമ്മൾ കണ്ടുവരും. നമ്മൾ ശീതളപാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധജലത്തിൽ അല്ലാതെ തയ്യാർ ചെയ്താൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ നമുക്കറിയാം. അതിന്റെ ഫലമായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ്, കോളറ തുടങ്ങിയ അസുഖങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈയിടെ തന്നെ കൊല്ലം ജില്ലയിലും കോട്ടയം ജില്ലയിലും ഒക്കെ ഹെപ്പറ്റൈറ്റിസ് എ പടർന്നു പിടിക്കുന്നുണ്ട്. ഇതിൽ ജലലഭ്യത തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം. നമുക്ക് എങ്ങനെ ഈ കാര്യങ്ങളെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. നമ്മൾ എക്സ്പോഷർ കുറയ്ക്കുക. 11 മണി മുതൽ 3 മണി വരെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള സൺലൈറ്റ് ആണ് വരുന്നത്. ആ സമയങ്ങളിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പരിമിതപ്പെടുത്തുക. ഔട്ട്ഡോർ പോകേണ്ടി വന്നാൽ നമ്മൾ കുട ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹാറ്റ് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക. സൺസ്ക്രീനിൽ ഒരു പ്രൊട്ടക്ഷൻ ഫാക്ടർ പറയാറുണ്ട്. 30 അതിന് മുകളിലോ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഉള്ള സൺസ്ക്രീനുകൾ ഉപയോഗിക്കുക. ഈ പടർന്നു പിടിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ശുദ്ധജലം തന്നെ ഉപയോഗിക്കുക. സ്ട്രീറ്റ് ഫുഡ് കഴിവതും ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ് സാധ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ള അസുഖത്തിന് പ്രതിരോധ കുത്തിവയ്പ്പ് 2 ഡോസുള്ള വാക്സിനാണ് അതിന് യൂസ് ചെയ്യുന്നത്. പിന്നീട് ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം പടർന്നു പിടിക്കാറുണ്ട്. ടൈഫോയിഡിനും വാക്സിനുണ്ട്. കോളറയ്ക്കും അതുപോലെ വാക്സിൻ അല്ലെങ്കിൽ കീമോ പ്രൊഫൈലാക്സിസ് അങ്ങനെയുള്ള പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെടുക.